സ്കോട്ടിഷ് ഹൈലാൻഡ് ലോകത്തിലെ തന്നെ ഏറ്റവും ഡ്രമാറ്റിക് വ്യൂ തരുന്ന ഒരു പ്ലേസാണ്. സ്കോട്ട്ലൻഡിലേക്ക് ഹോളിഡേയ്സിന് വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ സ്ഥലം മിസ് ചെയ്യരുത്. ആ സ്ഥലമാണ് ഓബൻ. വെസ്റ്റേൺ ഹൈലാൻഡ്സ് എന്നറിയപ്പെടുന്ന ഓബൻ ഒരു അടിപൊളി സ്ഥലമാണ്. ഹൈലാൻഡിലെ ഏറ്റവും നല്ല ഹോളിഡേ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് ഓബൻ ഇപ്പോൾ അറിയപ്പെടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്മോൾ ഫിഷിംഗ് വില്ലേജ് ആയിരുന്ന ഓബൻ ഇപ്പോൾ സ്കോട്ട്ലൻഡിന്റെ സീ ഫുഡ് ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ ഗേറ്റ് വേ ടു ദ ഐൽസ് എന്നും ഓബൻ അറിയപ്പെടുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ഓബനടുത്തുള്ള ആർഗെയിൽ എന്ന സ്ഥലത്തെ ആപ്പിൻ ഹോളിഡേ ഹോംസ് ആണ്. ഈ ലേക്ക് വ്യൂ തരുന്ന ക്യാരവാൻ സ്റ്റേ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. വേമ്പനാട് ലേക്കിന്റെ തീരത്ത് ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചൊരു ഫീലായിരുന്നു ഇവിടെ നിന്നപ്പോൾ. സ്കോട്ട്ലൻഡിൽ നമ്മൾ ലേക്കിന് ലോഹ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ ലോച്ച് എന്ന് പറയാറുണ്ട്. സ്കോട്ട്ലൻഡിൽ വരുമ്പോൾ ലോഹ് ലോമണ്ട് ട്രോസെക്സും ലോഹ് നെസ്സും വിസിറ്റ് ചെയ്യുക ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഓബനിൽ ഹോളിഡേ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഹൈലാൻഡിലെ ഏറ്റവും മനോഹരമായ കുറേ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ പോകാം. അപ്പോൾ ഓബനിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഡ്രൈവ് ചെയ്ത് ഫോർട്ട് വില്യം, ഗ്ലെൻകോ, ഗ്ലെൻഫിനാൻ അഥവാ ഹാരി പോട്ടർ ബ്രിഡ്ജ്, ഐൽ ഓഫ് ലിസ്മോർ, പോർട്ടാപ്പിൻ, ഐൽ ഓഫ് മള്ള് തുടങ്ങിയ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ റീച്ച് ചെയ്യാവുന്നതാണ്. ഈ വർഷം മില്യൺസ് ഓഫ് ട്രാവലേഴ്സാണ് സ്കോട്ടിഷ് ഐലാൻഡ് വിസിറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ്ഗോ, എഡിൻബറ എയർപോർട്ടുകളിൽ നിന്നും എക്സ്ട്രാ ഫ്ലൈറ്റ്സ് ഈ വർഷം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് സമ്മറിലേക്ക്. ആപ്പിൻ ഹോളിഡേ ഹോംസ് ഒരു ഫാമിലി റൺ ബിസിനസ് ആണ്. ഇവർക്ക് ലേക്ക് വ്യൂ കാരവാൻസ് ഉണ്ട്, മുകൾ ഭാഗത്തായിട്ട് വുഡൻ ലോഡ്ജസ് ഉണ്ട്, അതുപോലെ തന്നെ ലക്ഷറി റിഫർബിഷ്ഡ് റെയിൽവേ കാരേജസും ഉണ്ട്. അതൊരു അടിപൊളി സംഭവം തന്നെയാണ്. എക്സ്ട്രീംലി വെൽ മെയിൻറ്റൈൻഡ് പ്ലേസ് ആയിരുന്നു. എല്ലാവർക്കും ഡെസിഗ്നേറ്റഡ് പാർക്കിംഗ് സ്പേസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മളെ സേഫായിട്ട് ഇവിടെ എത്തിച്ചത്. വളരെ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എന്ത് സർവീസിനും വിളിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ വരും. നമുക്ക് മുകൾ ഭാഗത്തോട്ട് പോകാം. ഇവിടെയാണ് നമ്മുടെ ലോഡ്ജസ് ഉള്ളത്. അതുപോലെ തന്നെ ഇവർക്കൊരു ഗെയിം റൂമുണ്ട്. അപ്പം കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുകയില്ല, അവരെ കൊണ്ടുപോകാം. അവിടെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. UK-യിലെ ഏറ്റവും കൂടുതൽ മാനുകളുള്ള രാജ്യമാണ് സ്കോട്ട്ലൻഡ്. അപ്പം ഇവരിവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, രാത്രി കാലങ്ങളിൽ ചിലപ്പം നിങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തൊക്കെ ചിലപ്പോൾ മാനുകൾ വന്ന് നിൽക്കാറുണ്ട്. അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഗെയിംസ് റൂം. അത്യാവശ്യം നല്ല വെൽ ഓർഗനൈസ്ഡ് ആണ്. ഒരുപാട് ബുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഗെയിംസിനുള്ള സെറ്റപ്പ് എല്ലാം അകത്തുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബോറടിക്കില്ല, കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യാം. ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. അതുപോലെ തന്നെ നൈറ്റ് ടൈമിൽ നല്ല രസമായിരുന്നു. ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫാമിലീസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു സമ്മർ ടൈമിൽ. ഇവിടുത്തെ വ്യൂസൊക്കെ നൈറ്റ് കാണാനായിട്ട് നല്ല രസമാണ്. അതുപോലെ പ്രോപ്പർട്ടി നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, നല്ല ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഗാർഡൻ വർക്കൊക്കെ നല്ല പ്രോപ്പറായിട്ട് ചെയ്തിട്ടൊക്കെയാണ്. ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമുക്ക് ഇതിൽ വാഷിംഗ് മെഷീൻസ് കാണില്ല അപ്പാർട്ട്മെൻറ്റുകളിൽ. അപ്പോൾ അത് കോമൺ ആയിട്ടൊരു വാഷിംഗ് ഏരിയയാണ്. നമ്മളവിടെ കോയിൻ ഇട്ടിട്ട് ക്ലോത്ത്സ് കൊണ്ടുപോയി വാഷ് ചെയ്യണം. അപ്പോൾ അത് മാത്രം ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം സെറ്റപ്പാണ്. ഔട്ട്ഡോർ ചെസ്സൊക്കെ ഉണ്ടായിരുന്നു. പഴയ ഔട്ട്ഡോർ ചെസ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം, നമ്മൾ പഴയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഇത് തോന്നി. ഇത് ഇവിടുത്തെ ഒരു പഴയ റെയിൽവേ സ്റ്റേഷനായിരുന്നു. അതൊക്കെ ഇപ്പോഴും അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം പഴയ റെയിൽവേ ക്യാരേജ് ഇപ്പോൾ അവർ റിഫർബിഷ് ചെയ്ത് നല്ലൊരു റെയിൽവേ ക്യാരേജ് കോട്ടേജ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തും നല്ല സ്റ്റേ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ക്രീഗൻ റെയിൽവേ സ്റ്റേഷൻ 1903 ഓപ്പൺ ആയതാണ്. ഓബൻ റെയിൽവേസിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു ഇത്. സ്കോട്ടിഷ് ഐലാൻഡിലേക്ക് നിങ്ങൾ ഹോളിഡേയ്സിന് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ഡ്രമാറ്റിക് സീനിക് ബ്യൂട്ടി തന്നെയാണ്. ഓരോ സീസണിലും ഇവിടുത്തെ ഒരു നേച്ചറിൻ്റെ അപ്പിയറൻസ് ശരിക്കും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഭയങ്കര ഗ്രീനറി ആയിട്ട് തോന്നും, ചിലപ്പോൾ കുറച്ചൊരു ബ്രൗണിഷ് അപ്പിയറൻസ് ആയിട്ട് തോന്നും, ചിലപ്പോൾ ഒരു ഗോൾഡൻ അപ്പിയറൻസ് ആയിട്ട് തോന്നും, ചിലപ്പോൾ ഒരു മൈൽഡ് ഗ്രീൻ ആയിട്ട് തോന്നും. അങ്ങനെ ബ്യൂട്ടിഫുൾ അപ്പിയറൻസ് ആണ് സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്തിന്. പിന്നെ ഇതുപോലെ ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഡ്രൈവ് അതുപോലെ തന്നെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യും. കുറച്ച് കെയർഫുള്ളായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണം. ഒരുപാട് ഹെയർ പിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹില്ല് ക്ലൈംബ് ചെയ്യാൻ കാണും. അവിടെ സ്പീഡിൽ നമുക്ക് ഇതിലെ വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. ഹൈലാൻഡിൽ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, 50 മൈൽസ് 60 മൈൽസ്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഡ്യൂൽ കാരേജസ് വേ വരും, അവിടെ നമുക്ക് 70 മൈൽസ് പെർ ഹവറിൽ പോകാം. അല്ലാത്ത സ്ഥലങ്ങളിൽ കെയർഫുള്ളായിട്ട് ഓടിക്കണം. എല്ലായിടത്തും ക്യാമറാസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മാനുകളും അതുപോലെ ചെമ്മരിയാടുകളും ഒക്കെ ചിലപ്പോൾ ഈ റോഡിൻ്റെ നടുക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് മോട്ടോർ ഹോംസും ക്യാരവാൻസിനുമുള്ള പ്രത്യേക സ്റ്റേ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെയുള്ള സൗകര്യങ്ങളും ഉണ്ട്.
അപ്പോൾ വെസ്റ്റ് ഹൈലാൻഡിലെ വിശേഷങ്ങൾ അടങ്ങിയ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓബന് തൊട്ടടുത്തുള്ള മനോഹരമായ സ്ഥലങ്ങളുടെ വീഡിയോസ് എല്ലാം അവിടെ കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.